ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഋതുഭേദങ്ങളുടെ രാജകുമാരി വസന്തമാണെങ്കിൽ ഹൃദയത്തെ ഉണർത്തി മനസ്സിനെ തരളിതമാക്കുന്ന പുണ്യങ്ങളുടെ വസന്തകാലമാണ് ഈ തപസ് കാലം. വിനാഗിരിയും കയ്പും എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ബൈബിൾ അധിഷ്ഠിതമായ ഓക്സസ് എന്ന വാക്കിന് അഴുകൽ വഴി പുളിച്ച വീഞ്ഞ് അഥവാ വിനാഗിരി എന്നർത്ഥം. പുളിച്ച വീഞ്ഞ് ഒരു വേദനാ സംഹാരിയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ ശിക്ഷാവിധേയനായവൻ്റെ ഇന്ദ്രിയങ്ങളെ തളർത്തുന്നതിനും വേദന കുറയ്ക്കുന്നതിനും കൂടുതൽ സമയം പീഡിപ്പിക്കുന്നതിനും വേണ്ടി റോമൻ പടയാളികൾ ഇത് ഉപയോഗിച്ചിരുന്നു. ക്രൂശിൽ പിടയുന്ന വേളയിൽ ക്രിസ്തുവിന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27:34 സാക്ഷ്യപ്പെടുത്തുന്നു. വീണ്ടും മർക്കോസ് 15:23 പറയുന്നു, മീറ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു, അവനത് കുടിച്ചില്ല എന്ന്. ഇവിടെ ക്രിസ്തു തൻ്റെ ജീവിതത്തിലുണ്ടായ കയ്പനുഭവങ്ങളെ മുഴുവൻ ആരെയും പഠിക്കാതെ, അതിൻ്റെ തീവ്രത അല്പം പോലും കുറയ്ക്കാൻ ഇഷ്ടപ്പെടാതെ സ്വർഗീയ പിതാവിൻ്റെ ഹിതമറിഞ്ഞ് മട്ടോളം നുകർന്നത് ദൈവമായിട്ടല്ല, പൂർണ്ണ മനുഷ്യനായി മാറിക്കൊണ്ടാണ്. കയ്പനുഭവങ്ങളുടെ പരകോടിയിൽ അവസാന ശ്വാസം വിടുന്നതിന് തൊട്ടു മുൻപ് ക്രിസ്തു ഉറക്കെ നിലവിളിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 19:29 ഇപ്രകാരം നാം കാണുന്നു, അവർ വിനാഗിരിയിൽ കുതിർത്ത നീർപ്പഞ്ഞി ഹിസോപ്പ് ചെടിയുടെ തണ്ടിൽ വച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന്. പുളിച്ച വീഞ്ഞിൻ്റെ ലഹരി യേശുവിനെ ബാധിച്ചില്ല. കാരണം മാനവരാശിയുടെ വിമോചനത്തിനു വേണ്ടിയുള്ള അവൻ്റെ കഷ്ടപ്പാടുകൾ അവസാനിച്ചു എന്ന് ഇത് ദ്യോതിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദൗത്യം എന്തായിരുന്നു? വിശുദ്ധ യോഹന്നാൻ 4:34 പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവിടുത്തെ ജോലി പൂർത്തിയാക്കുകയുമാണ്. ക്രിസ്തു തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവഹിത പൂർത്തീകരണത്തിനായി നിലകൊണ്ടു. നമ്മളാൽ സ്നേഹിക്കപ്പെടുവാൻ ഒരു ദൈവം ഇനി എന്തു ചെയ്യുവാനുണ്ട്? ദൈവം തിരുമനസ്സാകുന്നതൊക്കെയും മനസ്സാകുന്നതിൽ ശരിയായ ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നു എന്ന് CTC സഭാ സ്ഥാപിക ധന്യയായ മദർ എലീശ്വ തൻ്റെ സൂക്തത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. ഇലകൊഴിയുന്ന ശിശിരകാലം തണ്ണീർ തടത്തിനായുള്ള വൃക്ഷത്തിൻ്റെ തിരച്ചിൽ പോലെ വേദനയുടെ കയ്പനുഭവങ്ങൾ ലോകം തരുന്ന ലഹരിയിൽ മറയ്ക്കപ്പെടാതെ ക്രൂശിതനോട് ചേർന്ന് നിന്ന് തളിർക്കാനും പുഷ്പിക്കാനും നമുക്കാവട്ടെ. അതിന് ഈ നോമ്പുകാലം നമ്മെ ശക്തരാക്കട്ടെ. ആമേൻ.